വിത്ത് റിപ്പോർട്ട് കേസിലേക്ക് വിശദമായി കടക്കുമ്പോൾ നടി ആക്രമിച്ച കേസിലെ കോടതിയലക്ഷ്യ ഹർജിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ദിലീപ് കോടതിയിൽ പറയാത്ത പല കാര്യങ്ങളും ചാനലുകളിൽ പറഞ്ഞു. അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ ചോർത്തിയെന്നും ഹർജിയിൽ ആരോപണം. കോടതിയലക്ഷ്യ ഹർജികൾ ജനുവരി 12 പരിഗണിക്കാൻ മാറ്റി. ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന ചെയ്യുകയാണ്. ഷപ്ന, എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്? ഈ വിധിപ്പകർപ്പ് വന്ന ശേഷം ദിലീപ് ഇത്തരം മൂവ്മെന്റുകളിലേക്ക് കടക്കുമെന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, അടച്ചിട്ട മുറിയിലാണ് ഈ കോടതിയുടെ വിചാരണ നടപടികൾ ആരംഭിച്ചിരുന്നതും അത് പൂർത്തിയാക്കിയതും. എന്നാൽ ഈ വിചാരണ കാലയളവിലുള്ള പല കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥൻ ചാനലുകളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ചോർത്തി നൽകുകയും അതോടൊപ്പം തന്നെ ചാനലുകളിൽ പറയുകയും ചെയ്തു. അത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്. കൂടാതെ കോടതിയലക്ഷ്യ നടപടിയാണിത്. അതുകൊണ്ട് തന്നെ കോടതിയലക്ഷ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെതിരെയാണ് ഇത്തരത്തിൽ ആരോപണം ദിലീപ് ഉന്നയിക്കുന്നത്. കോടതിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ പറയാതെ പലപ്പോഴും ചാനലുകളിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ കേസിലെ നിർണായക സാക്ഷിയായി എത്തിയ ബാലചന്ദ്രകുമാർ ആദ്യം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ചാനലിലാണ്. സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. കോടതിയിലായിരുന്നില്ല കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ആദ്യം പറയേണ്ടത് കോടതിയിലായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അടക്കം അത്തരം കാര്യങ്ങളിലേക്ക് കടന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണം എന്നൊരാവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ അല്ലെങ്കിൽ ഈ സംഭവം നടന്ന ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ ഉണ്ടായ ആ സാഹചര്യത്തിൽ തന്നെ ദിലീപ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവിന് ശേഷം, ഈ വിധി പ്രസ്താവത്തിന് ശേഷം മാത്രമാണ് ഹർജികൾ കോടതി പരിഗണിച്ചത്. കഴിഞ്ഞ തവണ പരിഗണിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് പരിഗണിക്കാനായി മാറ്റിയായിരുന്നു. ഇനി ജനുവരി 12 മാറ്റിയിട്ടുണ്ട്. ഇതിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരടക്കം ഈ കേസിൽ കോടതിയലക്ഷ്യ നടപടികൾ നേരിടുന്നുണ്ട്. ചില അഭിഭാഷകരുണ്ട്. ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിചാരണയുടെ പല ഘട്ടങ്ങളിൽ നടന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുകയും യൂട്യൂബ് ചാനൽ അടക്കമുള്ളവയുടെ പറയുകയും ഒക്കെ ചെയ്ത ആളുകൾക്കെതിരെയാണ് കോടതിയലക്ഷ്യ നടപടിയുമായി നീങ്ങിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിൽ കൃത്യമായ കോടതിയലക്ഷ്യ നടപടി കാണിച്ചു എന്ന് തന്നെയാണ് ദിലീപിൻ്റെ വാദം.